പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിലെ തെരുവ് കച്ചവടക്കാരെ അടിയന്തിരമായി പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി. പൊന്നാനി നഗരസഭാ സെക്രട്ടറിക്കാണ് നിവേദനം നൽകിയത്. പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ച തെരുവ് കച്ചവടക്കാരെ അടിയന്തരമായി പുനരധിവസിപ്പിച്ച് ഉപജീവന തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് തെരുവോര കച്ചവട സംരക്ഷണ സമിതി നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകിയത്. നിവേദനം സ്വീകരിച്ച സെക്രട്ടറി ആവശ്യങ്ങൾക്ക് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകി. തെരുവോര കച്ചവട സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ശിവരാമന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. നിയമം ലംഘിക്കാൻ കൂടിയുള്ളതാണ്. നിങ്ങൾ പറഞ്ഞ ഈ നിയമമുണ്ടല്ലോ, ഈ മുഷ്ടി ചുരുക്കിയ നിയമമുണ്ടല്ലോ, പോലീസിനെ ഉപയോഗിച്ച് ജനാധിപത്യ വിരുദ്ധമായിട്ട് പെരുമാറിയ നിയമമുണ്ടല്ലോ, അത് ഞങ്ങൾ ലംഘിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമാണ് 40ഓളം വരുന്ന യഥാർത്ഥ തൊഴിലാളികൾ ഇവിടെ വന്ന് ഒച്ചയും ബോർഡ് ഉണ്ടാക്കിയിട്ട് മാസപ്പിരിവ് നടത്തുന്ന നേതാക്കന്മാരല്ല. മനസ്സിലായില്ലേ? ഈ സാധുക്കളുടെ അടുത്ത് നിന്ന് 100 കണക്കിന് രൂപ മാസം പിരിക്കുന്ന നേതാക്കന്മാരല്ല. മനസ്സിലായില്ലേ? യഥാർത്ഥ നേതാക്കന്മാർ ഇതിനകത്തിരിക്കുന്ന എല്ലാ ആളുകളും തൊഴിലാളികളാണ്. സമിതി നേതാക്കളായ പുന്നക്കൽ സുരേഷ്, കെ പി സോമൻ, എം കെ ഷാജി, കെ റസാക്ക്, പി പി ജിഷ്ണു, എ എസ് കണ്ണൻ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ്, പൊന്നാനി. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.